റോസ് മെഹ്ലബിയ ഒരു അറേബ്യൻ പുഡിങ്ങാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നമുക്കിത്. ഇതിന് വേണ്ടത് 1 ലിറ്റർ പാലാണ്. അതിലേക്ക് 1 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ഷുഗറും 1/2 കപ്പ് കോൺഫ്ലോറും ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ റോസ് വാട്ടർ കൂടെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു വെച്ച് കവർ ചെയ്യാണ്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് റോസ് സിറപ്പ് കൊണ്ടുള്ള ഒരു സെക്കൻഡ് ലെയർ പുഡിംഗ് തയ്യാറാക്കണം. ഇതിനു വേണ്ടി 1 കപ്പ് വെള്ളത്തിലേക്ക് ഏകദേശം 6 ടേബിൾ സ്പൂൺ റോസ് സിറപ്പും 1/4 കപ്പ് കോൺസ്റ്റാർച്ചും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക. റോസ് സിറപ്പിൽ ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നേരത്തെ തണുപ്പിച്ച പുഡിങ്ങിൻ്റെ മേലെ ഒരു ചെറിയ ലെയർ പോലെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ തണുപ്പിക്കാൻ വെക്കാം. സാധാരണ പിസ്തയാണ് കാരമലൈസ് ചെയ്ത് ഗാർണിഷ് ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ കാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത്. ബട്ടറിലേക്ക് കുറച്ച് കാഷ്നട്ട് നുറുക്കിയതിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ തണുത്ത പുഡിങ്ങിൻ്റെ മേലെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ ഒരു റോസ് പെറ്റലൊക്കെ വെച്ച് അലങ്കരിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമുക്ക് വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.